ഇരുന്നാട്ടെ. കേറിയിരിക്കെ കേറിയിരിക്കെ. ആ പറഞ്ഞോ. എന്റെ പേര് വെങ്കട്ടരാമൻ എന്നാ. ഇതെന്റെ ഭാര്യ സീതയാണ്. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, എല്ലാ കാര്യങ്ങളും അറിയാം. നിങ്ങളെക്കുറിച്ച് ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും നന്നായിട്ടറിയാം. അങ്ങനെയുള്ള നിങ്ങള് മകളുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വരാൻ പറഞ്ഞതും ഞങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓടി വരികയായിരുന്നു ഇങ്ങോട്ട്. ഇവിടെ നിന്നൊരു ബന്ധം എടുക്കാന്ന് വെച്ചാ അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഈ ശില്പവും കൊണ്ട് വന്നത്. എന്താണ് പരിപാടി? മീൻകറി വെക്കും സാറേ. എടേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതുപോലത്തെ ഒരുപാട് മനോഹരമായ ശില്പങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ടാക്കി ഞങ്ങൾ വിൽക്കും. ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാ. ഇതുണ്ടാക്കാനായിട്ട് എൻ്റെ ഭാര്യ എന്നെ സഹായിക്കും. ചായം പൂശി കണ്ണും മൂക്കും ഒക്കെ വരച്ച് ശില്പങ്ങൾക്ക് നല്ല ജീവൻ കൊടുക്കുകയുള്ളു. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഈ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയില്ലേ, മീൻകറി എങ്ങനെ വെക്കണം, ചെമ്മീൻകറി എങ്ങനെ വെക്കണം, ഉണക്കക്കൊഞ്ചു കൊണ്ട് എങ്ങനെ ചമ്മന്തി ഉണ്ടാക്കണം, പുളിശ്ശേരി ഉണ്ടാക്കണം, തീയൽ എങ്ങനെ ഉണ്ടാക്കണം, ഇതൊക്കെ കുറേശ്ശെ ഇവിടെ യൂട്യൂബിൽ ഇടാറുണ്ട് സാറേ. അതുകൊണ്ട് അവൾ ഇങ്ങനെ പറഞ്ഞത്. മീൻകറി വെക്കാൻ ഇവളെ പോലെ വേറെ ആരും ഉണ്ടാവില്ല. അതിരിക്കട്ടെ, നിങ്ങളുടെ മോൻ എന്താ പരിപാടി? സിനിമാ ഡയറക്ഷനായിട്ട് ഇങ്ങനെ നടക്കുക എൻ്റെ മോൻ. അവൻ നല്ല ബുദ്ധിശാലിയും കഴിവുള്ളവനാ. എന്റെ മോനായതുകൊണ്ട് ഞാൻ പറയല്ല, അവൻ ഒരു വൃത്തികെട്ട സ്വഭാവമില്ല. ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. കുറച്ച് സമയം കിട്ടിയ അപ്പ എന്തെങ്കിലും ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അവന്റെ ലോകം. ശില്പങ്ങൾ പലവിധത്തിലുള്ള ശില്പങ്ങൾ, കഥകളി ശില്പം, നല്ല ഓട്ടംതുള്ളൽ ശില്പം. അവളുടെ തലയ്ക്ക് വെളിവില്ലാതായോ? ഈ പാവ കച്ചവടക്കാരന്റെ വീട്ടിലേക്കാണ് നമ്മുടെ മോളെ അയക്കാൻ പോകുന്നത്. ഇക്കാര്യം ആരും മിണ്ടിപ്പോരുത്. അവൻ കളിമണ്ണ് കൊണ്ട് പാവകൾ ഉണ്ടാക്കും അത്രേ. അവന്റെ കെട്ടിയോൾ അതിന്റെ കളറടിക്കും അത്രേ. അതന്ന് വിറ്റില്ലെങ്കിൽ അവർ അത്താഴ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന്. ഈ കുടുംബമായിട്ടാണ് നമ്മൾ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്. 100 ഏക്കറിൽ കൃഷി ചെയ്യുന്ന ഓർഗാനിക് വെങ്കട്ടരമണൻ. എത്ര വലിയ അന്തസ്സുള്ള ഫാമിലിയാ നമ്മള്. ഇവരെയൊക്കെ എങ്ങനെയാ നമ്മുടെ ബന്ധുവാക്കുക?